ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ആട് 3ന്റെ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ഒരു ഇടിവെട്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഈ പടം കാണുമ്പോൾ ഷാജി പാപ്പനും പിള്ളേരും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മിസ് ചെയ്യും. കാരണം ഈ പാർട്ട് 1ലും പാർട്ട് 2ലും ഇവർ ഈ ഒരു കോമ്പിനേഷൻ ഈ പടത്തിൽ ഇല്ല, കുറവാണ്, വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഷാജി പാപ്പന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയല്ല, ഇതൊരു കുറച്ചുകൂടി വലിയൊരു കഥയാണ്. ആൻഡ് ഇത് 3 മണിക്കൂർ പടമാണ്. ഇതൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഡിഫറെന്റ് ടൈം ലൈനിൽ കാണിക്കുന്ന സ്റ്റോറി ആയതുകൊണ്ട് ഷാജി പാപ്പന്റെ ക്യാരക്ടറിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ടല്ല ഈ സിനിമ ഉള്ളത്. പല പല ക്യാരക്ടേഴ്സിന്റെ പല പല സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഷാജി പാപ്പനും പിള്ളേരുടെ ആ ഒരു പരിപാടി നമുക്ക് കിട്ടത്തില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് പടം കണ്ടിട്ട്. മാത്രമല്ല ഇതിൽ ഫക്രു വന്നിട്ടുണ്ട്, പുള്ളിയിൽ നിന്ന് വലിയ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഈ ഷാജി പാപ്പനും ഗ്യാങ്ങിന്റെയും ആ ഒരു ദീർഘമായിട്ടുള്ള ഒരു പരിപാടി ഈ പടത്തിൽ വളരെ വളരെ കുറവാണ്. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ ഈ ടോം ആൻഡ് ജെറി പരിപാടി ഉണ്ട്. എന്താ വെച്ചാൽ ഈ ആടിൽ പാർട്ട് 1ൽ ആടിനെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്, ആടിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ആട് 2ലാണെങ്കിൽ പട്ടയം കിട്ടാനുള്ള പരിപാടി. ആട് 3ലാണെങ്കിൽ വേറൊരു സംഭവം ഉണ്ട്, അത് സ്പോയിലറാണ്, ഞാൻ പറയുന്നില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ടീമും പിന്നാലെ ഓടുന്നത്. ഈ ഓട്ടം ചാട്ടം ഒക്കെ ഈ പടത്തിലുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഈ സിനിമയ്ക്ക് ഇത്രയും ഫാൻസ് ഉള്ളത്. ഈ സിനിമ കാണാൻ വന്നത് ഷാജി പാപ്പനെ കാണാനാണ് എല്ലാവരും ഈ പടം കാണാൻ വരുന്നത്. ഷാജി പാപ്പനെ മാത്രമല്ല, പല പല ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ഡിഫറെന്റ് ക്യാരക്ടേഴ്സിന് ഉള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ പാർട്ട് 1ലും 2ലും കണ്ടതുകൊണ്ട് ഈ തേർഡ് പാർട്ടിൽ ഇത് കാണിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ആവശ്യമില്ലാന്ന് തോന്നി പോകും. കാരണം ടൈം ഡ്യൂറേഷൻ ഭയങ്കരമാണ്. അതൊക്കെ ഒന്ന് കുറച്ചുകൂടി സ്പീഡിലാക്കായിരുന്നു. ഒരു സ്ക്രീൻ പ്ലേ കുറച്ചും കൂടി സ്പീഡിലാക്കിയിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആണ്. ആരും ഓവർ ദ ടോപ്പും അല്ല, മോശമല്ല. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഫീൽ ചെയ്തത്, മിസ്റ്റേക്ക് അല്ല, എനിക്ക് ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, ഒരു വില്ലൻ ക്യാരക്ടർ ആയിട്ട് ഒരു സ്ത്രീ വരുന്നുണ്ട്, ഒരു പോർച്ചുഗീസുകാരി. ട്രെയിലർ കണ്ടവർക്ക് അറിയാം. ആ പുള്ളിക്കാരിന്റെ പാസ്റ്റോ ആ പുള്ളിക്കാരി എന്താണെന്നോ ഒരു വലിയൊരു ഓർഗനൈസറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നമുക്ക് അറിയെങ്കിലും പുള്ളിന്റെ ക്യാരക്ടർ നമുക്ക് അങ്ങോട്ട് വർക്കൗട്ട് അല്ല. ബാക്കി എല്ലാവരുടെ ക്യാരക്ടേഴ്സും നമുക്ക് വർക്കൗട്ട് ആണെങ്കിലും പുള്ളിക്കാരിക്ക് ഭയങ്കര ഔറൊക്കെ സിനിമയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ നമുക്ക് വർക്കൗട്ട് ആവത്തില്ല. ആൻഡ് സിനിമ എങ്ങനെയുണ്ടെന്ന് ഓവറോൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നേണ്ട പടം. ഈ ഒരു ക്ലൈമാക്സിൽ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്, പൊന്നു മക്കളെ, അത് മതി. പാർട്ട് 2ലേക്ക് ലീഡ് ചെയ്യുന്നൊരു പരിപാടി വെച്ചിട്ടാണ് പടം അവസാനിക്കുന്നത്. ആൻഡ് എൻഡ് ക്രെഡിറ്റ്സ് ഒരു സീനുണ്ട് മക്കളെ, പൊളിയാണ്. ഈ പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണെങ്കിലും നല്ലൊരു പടമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു പടമാണ്. ആൻഡ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ മൂവി റിലേറ്റഡ് വീഡിയോസ് കാണാൻ എന്നെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.